ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ബിബിൻ. സോ ഫ്രണ്ട്സ്, നമുക്ക് ഹോട്ട് വീൽസിന്റെ ഒരു 5 പാക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹോട്ട് വീൽസിന്റെ 5 പാക്ക്. അതായത് നമ്മുടെ ഹോട്ട് വീൽസിന്റെ ഫോർമുല 1ന്റെ 5 പാക്കാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. സോ ഇത് നമുക്ക് MRPക്ക് തന്നെയാണ് കിട്ടിയത്. നമ്മൾ ആമസോണിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് 10,000 രൂപയാണ് ഇതിന്റെ വില. സോ നമുക്കിത് MRP കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സോ ഇതാണ് നമ്മുടെ ഹോട്ട് വീൽസ് 5 പാക്ക്. ഗൈസ്, ഇതിൽ ഈ ആദ്യം കാണുന്ന കാറല്ലേ, ഈ ആദ്യം കാണുന്ന കാറാണ് ബ്രിട്ടീഷ് റേസിംഗ് ടീം 1966 ആദ്യമായിട്ട് ഫോർമുല 1 ട്രാക്കിലേക്ക് ഇറക്കിയ കാറാണ് നമ്മുടെ ഈ ഫസ്റ്റ് വൺ. അതായത് നമ്മുടെ മെക്ലാരന്റെ ഫോർമുല 1 ആണ് നമ്മുടെ ഈ ഫസ്റ്റ് കാർ. സോ ഇത് ടോട്ടലി 106 കാർസ് ആണ് ഈ ഫോർമുല 1 ഇറക്കിയിട്ടുള്ളത്. അതായത് നമ്മുടെ മെക്ലാരന്റെ F1 ഇറക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ കാറാണ് ആൽപിൻ F1. അതായത് നമ്മുടെ BWT, അതായത് നമ്മുടെ ബെസ്റ്റ് വാട്ടർ ടെക്നോളജി, അവരാണ് ഇത് സ്പോൺസർ ചെയ്തേക്കുന്നത്. സോ ഇത് 2019 ഓസ്ട്രേലിയ ഗ്രാൻഡ് പ്രൈസിലാണ് ഫസ്റ്റ് എൻട്രി നടത്തുന്നത്. പിന്നെ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് 2020 അബുദാബി ഗ്രാൻഡ് പ്രൈസിലാണ് അവസാനമായിട്ട് ഇത് എൻട്രി നടത്തിയത്. സോ ഇതിനെ സ്പോൺസർ ചെയ്തേക്കുന്നത് BWT ആണ്, അതായത് നമ്മുടെ ആൽപിൻ F1. സോ ഇതിന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് ആൽപിൻ എന്നാണ് പറഞ്ഞു തന്നത്. സോ ഇതിന് വേറെ പ്രൊണൗൺസിയേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. സോ ഇതാണ് നമ്മുടെ ആൽപിൻ F1, ഇത് നമ്മുടെ മെക്ലറൻ. അപ്പോൾ ഗൈസ്, ഈ മൂന്നാമത്തെ കാറുണ്ടോ, ഈ മൂന്നാമത്തെ കാറാണ് വിസ ക്യാഷ് ആപ്പ് റേസിംഗ് ബുൾ F1 എന്ന് പറയും. സോ ഒരു നീണ്ട പേരാണ് ഈ ഒരു F1 കൊടുത്തേക്കുന്നത്. ഈ F1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 റേസിംഗ് ട്രാക്കിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. അതുപോലെ ഇതൊരു ഇറ്റാലിയൻ റേസിംഗ് ടീമാണ്. അപ്പോൾ നെക്സ്റ്റ് കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്ക് അല്ലെങ്കിൽ സോബർ F1 എന്നാണ് ഇതിനെ പറയുന്നത്. 1993 ആദ്യമായിട്ട് റേസിംഗ് ട്രാക്കിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഇത് ഓൺ ചെയ്തത് സോബർ എന്ന് പറയുന്ന ഒരു റേസിംഗ് ടീമാണ്. പിന്നെ 2005 ആയപ്പോഴത്തേക്ക് നമ്മുടെ BMW ഇത് ഹാൻഡ് ഓവർ ചെയ്യുകയും പിന്നെ 2009-2010 ആയപ്പോഴത്തേക്ക് നമ്മുടെ BMW തിരിച്ച് ഓണറിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഡി ഇതിൻ്റെ 25% ഷെയർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2024 ആയപ്പോഴത്തേക്ക് ഓഡി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു ഇതിൻ്റെ 100% ഷെയറും ഔഡി വാങ്ങിയെന്നും ഇപ്പം കംപ്ലീറ്റ്ലി ഓൺ ചെയ്യുന്നത് ഔഡിയാണ്. അതായത് നമ്മുടെ സോബർ അല്ലെങ്കിൽ കിക്ക് എന്ന് പറയുന്ന ഈ F1 കാർ ഓൺ ചെയ്യുന്നത് ഔഡിയാണ്. ഇതാണ് നമ്മുടെ F1ന്റെ ലാസ്റ്റ് കാർ. അതായത് മണിഹാം ഹാസ് F1 ടീം എന്നാണ് ഇതിനെ വിശേഷപ്പെടുന്നത്. ഇതൊരു അമേരിക്കൻ ലൈസൻസ്ഡ് കാറാണ്. 2019 ആദ്യമായിട്ട് ട്രാക്കിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഈ കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ് ബൈ നാസ്കർ. സോ നാസ്കർ എന്ന് പറയുന്ന ടീമാണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ F1ന്റെ 5 പീസ്. എങ്ങനെയുണ്ട്?